Hello friends, Assalamu alaikum. Welcome back to my channel. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് അറബിക് ഹരീസിൻ്റെ റെസിപ്പി ആയിട്ടാണ്. വളരെ ടേസ്റ്റി ആയിട്ടുള്ള നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു ഡിഷാണിത്. മട്ടൺ വെച്ചിട്ടും ചിക്കൻ വെച്ചിട്ടും ഒക്കെ ഈ ഹരീസ് ഉണ്ടാക്കിയെടുക്കാറുണ്ട്. നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ചിക്കൻ വെച്ചിട്ടാണ്. അറബി വീടുകളിലൊക്കെ നോമ്പിനും സൽക്കാരത്തിനും ഒക്കെ ഒഴിച്ചുകൂടാനാവാത്തൊരു ഡിഷാണിത്. വീഡിയോയിലൊക്കെ പോകുന്നതിന് മുന്നേ നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഈ ഹരീസ് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് തോല് കളഞ്ഞിട്ടുള്ള ഗോതമ്പാണ് വേണ്ടത്. ഞാനിവിടെ 1 കപ്പ് ഗോതമ്പ് എടുത്തിട്ടുണ്ട്. അതൊരു വലിയ ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം. ആദ്യം നമുക്ക് കഴുകി നല്ലതുപോലെ വൃത്തിയാക്കി എടുക്കണം. രണ്ട് മൂന്ന് പ്രാവശ്യം വെള്ളം മാറി ഇതിനെ കഴുകി വൃത്തിയാക്കി ഞാൻ എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് വെള്ളം കൂടി ഒഴിച്ച് വെച്ചിട്ട് ഇതിനെ ഒന്ന് സോക്ക് ചെയ്ത് മാറ്റി വെക്കണം. കുറഞ്ഞതൊരു 8 മണിക്കൂറെങ്കിലും ഇതിനെ ഒന്ന് കുതിരാനായിട്ട് മാറ്റി വെക്കണം. ഓവർനൈറ്റ് വെക്കുകയാണെങ്കിൽ അതായിരിക്കും ഏറ്റവും നല്ലത്. നമുക്ക് ഈ ഗോതമ്പ് നല്ലതുപോലെ വേവിച്ചെടുക്കാനുള്ളതാണ്. അതുകൊണ്ടാണ് ഇത്രയും സമയം ഇതിനെ കുതിർത്തി വെക്കാനായിട്ട് പറയുന്നത്. ഞാനിത് ഓവർനൈറ്റ് സോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഇനി നമ്മൾ ഈ സോക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന വെള്ളം നമുക്ക് മാറ്റിയെടുക്കണം. ഇനി നമുക്കിതൊന്ന് വേവിച്ചെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു പ്രഷർ കുക്കറാണ് എടുത്തിട്ടുള്ളത്. ആദ്യം നമുക്ക് ചിക്കനാണ് വേവിച്ചെടുക്കേണ്ടത്. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 1/2 കിലോ ചിക്കൻ എടുത്തിട്ടുണ്ട്. എല്ല് ഉൾപ്പെടെയുള്ള ചിക്കനാണ് എടുത്തിട്ടുള്ളത്. ഇതിലേക്ക് നമുക്ക് 2 ഇഞ്ച് കനത്തിലുള്ള കറുവപ്പട്ട ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് കൊടുക്കണം. വേറെ മസാല ഒന്നും ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നില്ല. ഇനി നമുക്കിതിലേക്ക് ഒരു 2 കപ്പ് വെള്ളം ഒഴിച്ച് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ട് ഇതിനെ അടച്ച് വെച്ചിട്ട് പ്രഷർ കുക്ക് ചെയ്തെടുക്കാം. അഞ്ച് തൊട്ട് 10 മിനിറ്റ് വരെ ഇതിനെ വേവിച്ചെടുത്താൽ മതിയാവും. ഇപ്പോൾ ഈ ചിക്കൻ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. നമുക്കിനി ഈ വെള്ളത്തിൽ നിന്ന് ചിക്കനെ മാറ്റിയെടുക്കണം. നമ്മൾ ഈ ചിക്കൻ സ്റ്റോക്കിലാണ് ഇനി ഗോതമ്പ് വേവിച്ചെടുക്കാനായിട്ട് പോകുന്നത്. കഴുകി കുതിർത്ത് വെച്ചിരിക്കുന്ന ഗോതമ്പ് ഈ വെള്ളത്തിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കാം. സാധാരണ ഈ ഹരീസ് വേവിച്ചെടുക്കുന്നത് ഒരുപാട് സമയം എടുത്തിട്ടാണ്. 2-3 മണിക്കൂറൊക്കെ ഇളക്കിയാണ് ഇത് വേവിച്ചെടുക്കുന്നത്. പെട്ടെന്ന് കുക്ക് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പ്രഷർ കുക്കർ യൂസ് ചെയ്യുന്നത്. ഇനി നമുക്കിതിലേക്ക് 2 കപ്പ് ചൂടുവെള്ളം കൂടി ചേർത്ത് കൊടുക്കണം. അതുപോലെ തന്നെ ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. ഗോതമ്പ് വേവിച്ചെടുക്കുമ്പോൾ കുറച്ച് കൂടുതൽ വെള്ളം ഒഴിച്ചിട്ട് വേണം വേവിച്ചെടുക്കാൻ, അല്ലെങ്കിൽ അത് അടിയിൽ പിടിക്കാനുള്ള ചാൻസ് ഉണ്ട്. ഉപ്പും കൂടെ ചേർത്തിട്ട് ഞാൻ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്കിനി ഇതൊന്ന് അടച്ച് വെച്ചിട്ട് 30 മിനിറ്റ് ഒന്ന് വേവിച്ചെടുക്കാം. മീഡിയം ടു ലോ ഹീറ്റിൽ വെച്ചിട്ട് വേണം പ്രഷർ കുക്ക് ചെയ്തെടുക്കാൻ. ഇനി ഈ ഒരു സമയത്ത് നമുക്ക് ചിക്കനിലെ എല്ലൊക്കെ ഒന്ന് മാറ്റിയെടുക്കണം. കൈകൊണ്ട് തന്നെ അടർത്തിയെടുത്താൽ മതിയാവും. ഞാനിപ്പോൾ ഈ ചിക്കനിലെ എല്ലൊക്കെ മാറ്റി അടർത്തി എടുത്തിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ ഗോതമ്പും നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇപ്പോൾ ഇതിൽ കുറച്ച് വെള്ളം കൂടുതലുണ്ട്. എന്നാലും നമ്മൾ കുറച്ച് നേരം തിളപ്പിച്ച് വരുമ്പോൾ ഇത് കുറുകി വരും. ഇനി നമുക്കിതിലേക്ക് അടർത്തി വെച്ചിരിക്കുന്ന ചിക്കനും കൂടെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. കുറച്ച് സമയം ഈ ചിക്കനും കൂടെ ചേർത്തിട്ട് നന്നായി ഒന്ന് വേവിച്ചെടുക്കാം. ഒരു തടിത്തവി കൊണ്ട് നല്ലതുപോലെ ഒന്ന് ഉടച്ചു കൊടുക്കണം. ഞാനിതിൽ നിന്നൊരു പകുതി ഹരീസ് ഒരു ബൗളിലേക്ക് മാറ്റുന്നുണ്ട്. നമുക്കതൊന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടാണ്. നിങ്ങളുടെ കയ്യിൽ ഹാൻഡ് ബ്ലെൻഡർ ഉണ്ടെങ്കിൽ ഡയറക്റ്റ് ബ്ലെൻഡ് ചെയ്തെടുത്താൽ മതി. ഞാനിപ്പോൾ ഇത് മുഴുവനായിട്ടും ബ്ലെൻഡ് ചെയ്തെടുക്കുന്നില്ല. കുറച്ച് ഇടയ്ക്കൊന്ന് കടിക്കാനൊക്കെ കിട്ടണം. അതിന് വേണ്ടിയിട്ടാണ് പകുതി എടുക്കുന്നത്. അതിൻ്റെ ചൂടൊന്ന് ആറിയതിന് ശേഷം നമുക്കിതിനൊരു ബ്ലെൻഡറിൻ്റെ ജാറിലേക്ക് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം. ഞാനിപ്പോൾ നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. നമുക്ക് ഇത് വീണ്ടും കുക്കറിലേക്ക് തന്നെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് വീണ്ടും അതിനെ ഒന്ന് തിളപ്പിച്ചെടുക്കണം. ഇതിൽ ചിക്കൻ്റെ വലിയ പീസൊക്കെ ഉണ്ടെങ്കിൽ അതും തടുത്ത് വെച്ചിട്ട് നന്നായിട്ടൊന്ന് ഉടച്ച് ചേർത്ത് കൊടുക്കണം. കുറച്ച് തിക്കായിട്ട് വേണം ഇത് ഇരിക്കാനായിട്ട്. ഒരുപാട് ലൂസാണെങ്കിൽ കുറച്ച് സമയം കൂടി ഒന്ന് തിളപ്പിച്ച് ആ വെള്ളം ഒന്ന് വറ്റിച്ചെടുത്താൽ മാത്രം മതി. ഇപ്പോൾ നമ്മുടെ ഹരീസ് പാകത്തിന് തിക്കായിട്ട് വന്നിട്ടുണ്ട്. നമുക്കിനി ഇതിലേക്ക് അവസാനമായിട്ട് കുറച്ച് ഉരുക്കിയെടുത്ത നെയ്യ് കൂടി ചേർത്ത് കൊടുക്കാം.
വളരെ ടേസ്റ്റിയും ഹെൽത്തിയുമായിട്ടുള്ള അറബിക് ഹരീസ ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങൾക്കെല്ലാവർക്കും ഇന്നത്തെ റെസിപ്പി ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും അതുപോലെ ഫ്രണ്ട്സും ഫാമിലിയൊക്കെ ആയിട്ട് ഷെയർ ചെയ്യാനും മറക്കരുത്. അതുപോലെ നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. പുതിയ നല്ല റെസിപ്പികളുമായിട്ട് ഇൻഷാ അല്ലാഹ് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.